ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബൊട്ടേക്കിലൊരു എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഒരു മെഷീൻ എംബ്രോയ്ഡറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൂപ്പിൽ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഡെമോ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പം എന്തെങ്കിലും നമ്മുടെ ആ കസ്റ്റമറിൻ്റെ തുണിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു നമ്മുടെ സാധാ ഒരു ക്ലോത്തിൽ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഡെമോ നോക്കിയിട്ട് ഞാൻ കസ്റ്റമറിൻ്റെ കോസ്റ്റ്യൂമിൽ ഡ്രസ്സിൽ ചെയ്യുള്ളൂ വർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പീസ് തുണി എടുത്തിട്ട് ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് എംബ്രോയ്ഡറി അടിച്ച് നോക്കുവാണ്. അപ്പം സ്റ്റിച്ചൊക്കെ കറക്റ്റാണ്, ഓക്കെയാണ്, ഡിസൈനെല്ലാം സെറ്റായി എന്ന് മനസ്സിലായിട്ട് മാത്രമേ ഞാൻ ഒറിജിനൽ ക്ലോത്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹൂപ്പ് സെറ്റിംഗ് ആണ് ഏറ്റവും തലവേദന. നമ്മൾ കുറേ ടൈം എടുത്ത് നല്ല പോലെ പെർഫെക്റ്റായിട്ട് ഹൂപ്പ് സെറ്റായി മാത്രമേ ഈ കറക്റ്റ് സ്റ്റിച്ച് വീഴുള്ളൂ. അപ്പോൾ അത് നല്ല ടൈം എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ ഹൂപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റമറുടെ ഡ്രസ്സ് എടുത്തു, സെറ്റ് ചെയ്ത് അടിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് വരാൻ തുടങ്ങി. അങ്ങനെ എംബ്രോയ്ഡറി ഡിസൈൻ അന്ന് തന്നെ തീർക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ഇങ്ങനെ നൂല് പൊട്ടും ഒക്കെ ചെയ്യുമായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല, നീറ്റായിട്ട് കംപ്ലീറ്റ് ആയി. ഞാൻ ഈ ഒരു ഇമേജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമറിന് അയച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി, എന്താ പറയേണ്ടത് അറിയില്ല. പുള്ളിക്കാരി അപ്പം തന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. പുള്ളിക്കാരി പറഞ്ഞ അതേ ഔട്ട്പുട്ട് കിട്ടി ഇതായപ്പം പുള്ളിക്കാരി ഭയങ്കര സന്തോഷമായിട്ടോ. ആ ഡ്രസ്സിൽ അത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. ഇതിന് ഞാൻ കസ്റ്റമർ ഇട്ടിട്ട് ഉള്ളതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ട് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും പറഞ്ഞില്ല, ഈ ഒരു ഡിസൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്ലെയിൻ ആയിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പുള്ളിക്കാരി ഇട്ടിട്ടുള്ളൊരു ഇമേജ്. താങ്ക്